നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിന് ഇന്ത്യ ആതിഥ്യമരുളും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഉടൻ. നിക്ഷേപകർ കൂട്ടത്തോടെ അമേരിക്കൻ ആസ്തികൾ വിറ്റൊഴിയുന്നു. ട്രംപിന്റെ ഗ്രീൻലാൻഡ് നീക്കം ആഗോള വിപണിയെ തകർക്കുമോ എന്ന ആശങ്കയിൽ ലോകം. രൂപയ്ക്ക് വീണ്ടും തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91.5 നിലവാരത്തിലെത്തി. ചരിത്രം കുറിച്ച് സ്വർണം വെള്ളി ETF-കൾ. വിപണി ചരിത്രത്തിൽ ആദ്യമായി 8% കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡിട്ടു. സിഡ്ബിക്ക് സർക്കാർ 5000 കോടിയുടെ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു. MSME-കൾക്കുള്ള വായ്പ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 270 പോയിന്റ് താഴ്ന്ന് 81,909 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 75 പോയിന്റ് താഴ്ന്ന് 25,157 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വോളറ്റൈലായി നിലനിന്ന ഒരു ട്രേഡിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ 4 മാസത്തിന് ശേഷമാണ് ആ ഒരു 25,000 എന്ന് പറയുന്ന ഒരു റേഞ്ച് കൈവിട്ടുകൊണ്ട് താഴോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതായത് 24,919 വരെ നിഫ്റ്റി 50യിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഇൻട്രാഡേ ഹൈ ആയിട്ട് 25,300 എന്ന് പറയുന്ന ഒരു ലെവലും മെയിൻറ്റെയിൻ ചെയ്തു. എന്നാൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 25,000 എന്ന് പറയുന്ന ഒരു ലെവൽ കൈവിട്ടതിന് ശേഷം ആ ഒരു 200-ഡേ മൂവിംഗ് ആവറേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു എന്നുള്ളത് നിഫ്റ്റിക്ക് ആശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.30% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,157 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ. അതായത് ഗ്രീൻലാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഗ്രീൻലാൻഡ് US തർക്കങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതുകൂടാതെ നിലവിലിപ്പോൾ ജാപ്പനീസ് ബോണ്ട് ഈൽഡ് പരിശോധിക്കുകയാണെങ്കിലും വർദ്ധിച്ചു വരുന്നത് നിലവിലിപ്പോൾ എൻകാരി ട്രേഡിന്റെ ഒക്കെ തന്നെ അൺവൈൻഡിങ് പോലുള്ള കാര്യങ്ങളും നിലവിലിപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിന് ഇന്ത്യ ആതിഥ്യമരുളും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഉടനെന്ന് റിപ്പോർട്ട്. അമേരിക്കയുടെ വ്യാപാര ഭീഷണികൾക്കിടയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് 200 കോടി ഉപഭോക്താക്കളുടെ മഹാവിപണിയാണ്. കാത്തിരുന്ന മദർ ഓഫ് ഓൾ ഡീൽസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകും. ബുധനാഴ്ച ഡൽഹിയിലെത്തിയ സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബാരസ് ആണ് ഈ ശുഭവാർത്ത പുറത്തുവിട്ടത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവായും അദ്ദേഹം നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. തടസ്സങ്ങളൊന്നുമില്ല, എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോകുന്നു. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര മേഖലയും സാമ്പത്തിക സുരക്ഷയുമാണ് കരാറിലൂടെ ഇന്ത്യ നേടുക. കഴിഞ്ഞ തിങ്കളാഴ്ച ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയൻ മെർക്കോസൂർ കരാറിനെ പോലും ഇത് മറികടക്കും. ആഗോളതലത്തിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഏറുന്ന കാലത്ത് ഇന്ത്യയുടെയും യൂറോപ്പിനെയും സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ ഈ കരാർ സഹായിക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ അടുത്തയാഴ്ച ആദ്യം ഇന്ത്യയിലെത്തും. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചേർന്ന് ഈ ചരിത്ര ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകും. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ, IT, ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾക്ക് യൂറോപ്പിലെ 27 രാജ്യങ്ങളിലേക്ക് വലിയ നികുതി ഇളവോടെ പ്രവേശനം ലഭിക്കും. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനും സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കും ഇത് പുതിയ ചക്രവാളങ്ങൾ തുറക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിക്ഷേപകർ കൂട്ടത്തോടെ അമേരിക്കൻ ആസ്തികൾ വിറ്റൊഴിയുന്നു. ട്രംപിന്റെ ഗ്രീൻലാൻഡ് നീക്കം ആഗോള വിപണിയെ തകർക്കുമോ എന്ന ആശങ്കയിൽ ലോകം. അമേരിക്കൻ ഡോളറും ഓഹരി വിപണിയും ഒരുപോലെ കിതയ്ക്കുന്ന കാഴ്ചയിലേക്കാണോ ലോകം നീങ്ങുന്നതെന്ന സംശയത്തിലാണ് നിക്ഷേപകർ. ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് മുഴക്കിയ താരിഫ് ഭീഷണി അന്താരാഷ്ട്ര വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി $1.4 ട്രില്യൺ ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്.
ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് വിൽക്കാൻ ഡെൻമാർക്ക് തയ്യാറായില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി 1 മുതൽ 10% അധിക താരിഫ് നിലവിൽ വരും. ജൂൺ മാസത്തോടെ ഇത് 25% ഉയർത്തും. UK, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾക്കാണ് ഇത് നേരിട്ട് ബാധിക്കുക. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ ട്രേഡ് ബസൂക്ക പുറത്തെടുക്കുമെന്നും അമേരിക്കൻ കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഈ ആഗോള അനിശ്ചിതത്വം നിക്ഷേപകരെ അമേരിക്കൻ ആസ്തികളിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. നിക്ഷേപകർ കൂട്ടത്തോടെ അമേരിക്കൻ ആസ്തികൾ, അതായത് ഓഹരികൾ, ബോണ്ടുകൾ, ഡോളർ എന്നിവ വിറ്റൊഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുന്ന രീതിയാണ് സെൽ അമേരിക്ക ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ അസ്ഥിരതയുണ്ടാകുമെന്ന് കാണുമ്പോൾ നിക്ഷേപകർ ഡോളർ വിറ്റൊഴിയും. ഇത് ഡോളറിനെതിരെ രൂപ ഉൾപ്പെടെയുള്ള കറൻസികളുടെ മൂല്യം തകരാൻ ഇടയാക്കുന്നു. ഇതിന്റെ ഫലമായി ഓഹരികളും വിറ്റൊഴിയും. വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികകളെല്ലാം ഇതിനകം തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. ഡൗ ജോൺസും നാസ്ഡാക്കും S&Pയും അടക്കം ഇടിവിലാണ്. സുരക്ഷിത നിക്ഷേപം എന്ന് കരുതിയിരുന്ന ഡോളർ ഇൻഡെക്സ് 0.8% ഇടിഞ്ഞ് 2 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലുമെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപയ്ക്ക് വീണ്ടും തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91.5 നിലവാരത്തിലെത്തി. ആഗോള വിപണിയിൽ വീശിയടിക്കുന്ന ഗ്രീൻലൻഡ് കൊടുങ്കാറ്റും അമേരിക്കൻ ആസ്തികൾ വിറ്റൊഴിയുന്ന സെൽ അമേരിക്ക ട്രെൻഡുമാണ് രൂപയെ തളർത്തുന്നത്. RBI വിപണിയിൽ ഇടപെട്ട് രൂപയെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗോള പ്രതിസന്ധികൾ ഇതിനെയെല്ലാം മറികടക്കുകയാണ്. ഡിസംബർ 16 91.14 എന്ന താഴ്ന്ന നിരക്കാണ് ഇപ്പോൾ തകർക്കപ്പെട്ടത്. ട്രംപിന്റെ ഗ്രീൻലൻഡ് ഭീഷണി, വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ, ജപ്പാനിലെ ബോണ്ട് ഈൽഡ് വർദ്ധിച്ചതുമാണ് രൂപയുടെ ഇടിവിന് പ്രധാന കാരണം. ട്രംപ് യൂറോപ്പിന് മേൽ പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം ആഗോള നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തി. ജനുവരിയിൽ മാത്രം ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് 32,253 കോടി രൂപ പിൻവലിച്ചു. ചൊവ്വാഴ്ച മാത്രം 2,938 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത്. ജപ്പാനിലെ ബോണ്ട് ഈൽഡ് വർദ്ധിച്ചതും അമേരിക്കൻ ട്രഷറിയിലെ അനിശ്ചിതത്വങ്ങളും നിക്ഷേപകരെ റിസ്ക് എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. രൂപയുടെ തകർച്ച ഇന്ത്യൻ ഓഹരി വിപണിയെയും പിടിച്ചുലച്ചിട്ടുണ്ട്. വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനാണ് സാധ്യത. 91.70 മുതൽ 92 എന്ന നിലവാരം വരെ താഴാൻ സാധ്യതയുണ്ടെന്നാണ് CR ഫോറക്സ് അഡ്വൈസേഴ്സ് നൽകുന്ന സൂചന. ദാവോസിൽ നടക്കാനിരിക്കുന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വിപണിക്ക് അനുകൂലമായ നിലപാടുണ്ടായാൽ മാത്രമേ രൂപയ്ക്ക് ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കാനാകൂവെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്രം കുറിച്ച് സ്വർണം വെള്ളി ETF-കൾ വിപണി ചരിത്രത്തിൽ ആദ്യമായി 8% കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡ് കുറിച്ചു. ഫെബ്രുവരി മാസത്തെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് 5%-ലധികം വർദ്ധിച്ച് 10 ഗ്രാമിന് 1.58 ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നു. ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ കരാറുകളാകട്ടെ 1.71 ലക്ഷം രൂപ വരെയാണ് തൊട്ടിരിക്കുന്നത്. വെള്ളിയുടെ കാര്യവും വ്യത്യസ്തമല്ല. ചരിത്രത്തിലാദ്യമായി കിലോയ്ക്ക് 3.3 ലക്ഷം രൂപ എന്ന റെക്കോർഡിലേക്ക് വെള്ളി വില കുതിച്ചുകയറി. ഇൻവെസ്കോ, ICICI പ്രോ, നിപ്പോൺ ഗോൾഡ് ബീസ് തുടങ്ങിയ പ്രമുഖ ETF-കളെല്ലാം വൻ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് നയവും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്താൻ പോകുന്ന 10% മുതൽ 25% വരെയുള്ള താരിഫ് ഭീഷണിയും ലോകത്തെ ഒരു വലിയ ട്രേഡ് വാറിലേക്ക് നയിക്കുകയാണ്. ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ചേക്കേറുന്നു. ഇതാണ് ഈ മുന്നേറ്റത്തിന് കാരണം. ജിയോജിത്ത് ഇൻവെസ്റ്റ്മെന്റ്സിലെ VK വിജയകുമാർ നിരീക്ഷിക്കുന്നത് പോലെ യൂറോപ്പ് അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വിറ്റൊഴിവാക്കാൻ തുടങ്ങിയാൽ അത് ഡോളറിന്റെ തകർച്ചയ്ക്കും സ്വർണ്ണവില ഇനിയും ഉയരാനും കാരണമാകും. അതേസമയം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ആഭ്യന്തര വിപണിയിൽ വിലയിൽ ചെറിയൊരു ഇടിവുണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിഡ്ബിക്ക് സർക്കാർ 5000 കോടിയുടെ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു. MSME-കൾക്കുള്ള വായ്പ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകമാകും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള വായ്പ വർദ്ധിപ്പിക്കുന്നതിനായി ചെറുകിട വ്യവസായ വികസന ബാങ്കിന് 5000 കോടി രൂപയുടെ മൂലധനം നൽകുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം 3 ഘട്ടങ്ങളിലായാണ് ഫണ്ട് അനുവദിക്കുന്നതെന്ന് അറിയിച്ചു. 2025 മാർച്ച് 31 ബുക്ക് വാല്യൂ പ്രകാരം 2025-26 3000 കോടി നിക്ഷേപിക്കും. 2026-27 2027-28 മുൻ സാമ്പത്തിക വർഷങ്ങളിലെ ബുക്ക് വാല്യൂ പ്രകാരം 1000 കോടി വീതം നിക്ഷേപിക്കും. ധനകാര്യ സേവന വകുപ്പ് ഓഹരികൾ നൽകും. സിഡ്ബിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന MSME-കളുടെ എണ്ണം 2025 അവസാനത്തോടെ 76.26 ലക്ഷത്തിൽ നിന്ന് 2028 അവസാനത്തോടെ 1.02 കോടിയായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഏകദേശം 25.74 ലക്ഷം പുതിയ MSME ഗുണഭോക്താക്കൾ കൂടി ചേരും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നിലവിൽ 6.90 കോടി MSME-കൾ ഏകദേശം 30.16 കോടി ആളുകൾക്ക് വായ്പ നൽകുന്നു.
ഒരു സംരംഭം ശരാശരി 4.37 പേർക്ക് തൊഴിൽ നൽകുന്നു. 25.74 ലക്ഷം പുതിയ MSME വായ്പക്കാരെ കൂടി ചേർക്കുന്നതിലൂടെ 2027-28 ആകുമ്പോഴേക്കും ഏകദേശം 1.12 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉയർന്ന ഡയറക്ടർ ക്രെഡിറ്റ്, ഡിജിറ്റൽ കൊളാറ്ററൽ ഫ്രീ ലോൺ ഉൽപ്പന്നങ്ങൾ, സ്റ്റാർട്ടപ്പുകൾക്കുള്ള വെഞ്ചർ കടം എന്നിവ കാരണം അടുത്ത 5 വർഷത്തിനുള്ളിൽ സിഡ്ബിയുടെ റിസ്ക് വെയ്റ്റഡ് ആസ്തികൾ ഉയരുമെന്ന് സർക്കാർ പറഞ്ഞു. മൂലധന റിസ്ക് വെയ്റ്റഡ് അസറ്റ് അനുപാതം നിലനിർത്താൻ ഇതിന് കൂടുതൽ മൂലധനം ആവശ്യമാണ്. സിഡ്ബിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് സംരക്ഷിക്കുന്നതിനും ന്യായമായ പലിശ നിരക്കിൽ ഫണ്ട് സ്വരൂപിക്കാൻ അനുവദിക്കുന്നതിനും ശക്തമായ മൂലധന റിസ്ക് വെയ്റ്റഡ് അസറ്റ് അനുപാതം ആവശ്യമാണ്. സർക്കാർ പ്രസ്താവന പ്രകാരം അടുത്ത 3 വർഷത്തേക്ക് ഉയർന്ന സമ്മർദ്ദത്തിലാണെങ്കിലും സിഡ്ബിയുടെ CRAR 10.50% മുകളിലാകും. ന്യൂസ് ഡെസ്ക് ബൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഗ്രാമിന് 685 രൂപയും പവന് 5480 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 14,415 രൂപയും പവന് 1,15,320 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 560 രൂപ കൂടി 11,845 രൂപയായി. വെള്ളിവിലയിലും വർധനയുണ്ട്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 325 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിന് ഇന്ത്യ ആതിഥ്യമരുളും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഉടൻ. നിക്ഷേപകർ കൂട്ടത്തോടെ അമേരിക്കൻ ആസ്തികൾ വിറ്റൊഴിയുന്നു. ട്രംപിന്റെ ഗ്രീൻലാൻഡ് നീക്കം ആഗോള വിപണിയെ തകർക്കുമോ എന്ന ആശങ്കയിൽ ലോകം. രൂപയ്ക്ക് വീണ്ടും തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91.5 നിലവാരത്തിലെത്തി. ചരിത്രം കുറിച്ച് സ്വർണം വെള്ളി ETF-കൾ. വിപണി ചരിത്രത്തിൽ ആദ്യമായി 8% കുതിച്ചുയർന്ന് പുതിയ റെക്കോർഡിട്ടു. സിഡ്ബിക്ക് സർക്കാർ 5000 കോടിയുടെ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു. MSME-കൾക്കുള്ള വായ്പ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.